കൃത്യമായി ആദ്യഘട്ടം വളരെ വൃത്തിയായി പൂർത്തിയാകുന്നു. ആ പ്രതിഷേധിച്ചവരൊക്കെ പ്രതിഷേധം കൊണ്ട് നിൽക്കേണ്ടി വന്നു. അത് മുന്നോട്ട് പോകാമായിരുന്നു. എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാഞ്ഞത്? അതിനുശേഷം ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയോട് അതേപ്പറ്റി ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ അനന്ത ആ കാലത്തേതല്ലേ, നമുക്ക് പുതിയ പദ്ധതി ഉണ്ടെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. എവിടെ നിന്നിട്ട് പുതിയ പദ്ധതി? ഓരോ സർക്കാർ മാറി മാറി വരുമ്പോൾ പുതിയ പദ്ധതി തുടങ്ങുകയാണോ വേണ്ടത്? ഇത് ഇടത് സർക്കാരിൻ്റെ പദ്ധതി, അത് UDF സർക്കാരിൻ്റെ പദ്ധതി, ഇങ്ങനെയാണോ വേണ്ടത്? നാടിനൊരു പദ്ധതിയില്ലേ? എന്നോടാണോ? അതെ. അത് ഓപ്പറേഷൻ അനന്തയ്ക്ക് തിരുവനന്തപുരം നഗരസഭ നല്ല രൂപത്തിൽ സഹകരിച്ചതാണ്. ഇത് എവിടെ വെച്ചാണ് നിൽക്കുന്നത്? ഇത് എത്തുന്നത് നമ്മളെ ഈ സ്പോട്ടിലുള്ള അട്ടക്കുളങ്ങര സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ അവിടെ അട്ടക്കുളം സ്കൂൾ കഴിയുമ്പോഴാണ് ഇത് സ്റ്റേ വാങ്ങുന്നത്. സ്റ്റേ വാങ്ങുന്ന ആളുടെ പേര് പറയണോ? അത് രാജീവ് പറയും. രാജീവിന്റെ പാർട്ടിക്ക് വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ വോട്ട് പിടിക്കാൻ തുടങ്ങിയ ആളല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാജീവ് പറയും. അല്ല, ഈ പറയുന്ന രമേശ് കണ്ട്രാക്കിന്റെ അവിടെ എത്തുമ്പോഴല്ലേ നിൽക്കുന്നത്? അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുന്നത്. ഈ സ്റ്റേ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഓപ്പറേഷൻ അനന്ത നിന്നുപോയത്. അല്ലാതെ ഓപ്പറേഷൻ നമ്മളൊന്നുമല്ല. പിന്നെ ഇവിടെ പറഞ്ഞു എന്താ സർക്കാരിന്റെ പരിപാടിക്ക് സ്റ്റേ വാങ്ങിയാൽ സർക്കാർ പിന്നെ മുന്നോട്ട് പോകാനൊക്കെ വഴിയുണ്ടല്ലോ. അവിടെ അവസാനിക്കുന്നില്ലല്ലോ. അത് അവിടെ അവസാനിക്കുന്നില്ലല്ലോ പറയുന്നില്ല. പക്ഷെ അത് രാജീവ് അത് പിന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോ കണ്ണമൂല രാജീവ് ഞാൻ പറയട്ടെ, കണ്ണമൂല ഈ കഴിഞ്ഞ മഴയത്ത് കണ്ണമൂല വെള്ളം കയറിയോ? രാജീവ് പറയും. പക്ഷെ നിങ്ങൾ വഞ്ചൂർ ഉൾപ്പെടെയുള്ളിടത്ത് CPM ഇതൊക്കെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം. രാജീവേ ഈ ചുമ്മാ ഈ രാജീവേ അത് നിങ്ങൾക്ക് ഈ ആരാണ് തിരുവനന്തപുരം നഗരത്തിൽ ആരാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള സ്ഥാപനങ്ങൾ കയ്യേറി വെച്ചിരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ ആരും പറയണ്ട. പരിപാവനമായ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം BJP കയ്യേറ്റം നടത്തി വെച്ചിരുന്ന സ്ഥലമല്ലേ? നിങ്ങൾ പറ. അല്ലെന്ന് പറയും. ആരാണ് കയ്യേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്? ഫോർട്ട് സ്കൂളിന്റെ പുറകിലിരിക്കുന്ന സംസ്കൃതി ഭവൻ അടക്കമുള്ള കെട്ടിടങ്ങൾ ആരാണ് കയ്യേറി വെച്ചിരിക്കുന്നത്? BJP ആണ് കയ്യേറി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കയ്യേറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ കയ്യേറ്റങ്ങളെ കുറിച്ച് തിരുവനന്തപുരം നഗരത്തിന്റെ കയ്യേറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ BJPയുടെ ഓപ്പറേഷൻ അനന്തയ്ക്ക് ബദലായി വേറെ എന്ത് പദ്ധതി കൊണ്ടുവന്നു? എവിടെയാണ് മാലിന്യം സംസ്കരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നഗരസഭ മറുപടി പറയേണ്ടതുണ്ട്. സ്മൃതി കണ്ണമ്മൂല എല്ലാ മഴയത്തും എപ്പോഴും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കണ്ണമ്മൂല. കഴിഞ്ഞ VK പ്രശാന്ത് MLA മണ്ഡലമാണ്, വട്ടിയൂർക്കാവാണ്. കഴിഞ്ഞ മഴയത്ത് അവിടെ വെള്ളം കയറിയിരുന്നില്ല. കൃത്യമായി ആ തോട് വൃത്തിയാക്കി അതിന് വെള്ളത്തിനൊഴുകാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി. അതിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം നഗരസഭ ഈ ഗവൺമെന്റാണ്. അല്ലെന്ന് രാജീവ് പറയട്ടെ. രാജീവിന് അല്ലെന്ന് പറയാൻ പറ്റുമോ? കണ്ണമ്മൂല തമ്പാനൂര് രാജീവെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തമ്പാനൂര് ഇപ്പോൾ ഞാൻ തമ്പാനൂർ വഴി യാത്ര ചെയ്ത് വന്ന ആളാണ്. ഒരു ചെറിയ മഴ പെയ്താൽ ആ തമ്പാനൂര് വെള്ളം കയറി ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയുള്ള സ്ഥലമാണ്. ഇന്ന് തമ്പാനൂര് വെള്ളക്കെട്ടുണ്ടോ? നിങ്ങൾ പറയും. ഇപ്പൊ രാജീവ ഞാനിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിൽ ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ തമ്പാനൂർക്ക് നിങ്ങളൊന്ന് അങ്ങോട്ട് പോയി നോക്ക്. ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പോട്ടിൽ ഇന്ന് വെള്ളക്കെട്ടില്ല. എന്താണ് ഈ സ്പോട്ടിൽ വെള്ളക്കെട്ടില്ല. അതുകൊണ്ട് ഈ വെള്ളക്കെട്ടാണ് എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ ഈ പറയുന്ന മഴക്കാല പുറിവെച്ച് അല്ല. രാജീവേ, നിങ്ങൾ ഇത് ജനങ്ങൾ പറയണം. ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ മുന്നിലേക്കാണ് നമ്മൾ പറയുന്നത്.
ജനങ്ങളുടെ മുന്നിലേക്കാണ്. മഴക്കാല പുയർ ശുചീകരണം പറഞ്ഞു. നിങ്ങൾ കുറെ സാമ്പത്തികത്തിന്റെ കണക്ക് 24 കോടി 34 കോടി പറയട്ടെ രാജീവേ, 34 കോടി 50 കോടിയുടെ കണക്കൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ കോടിയുടെ കണക്കൊന്നും പറയുന്നില്ല. നമ്മൾ ഈ 100 വാർഡിന് കൃത്യമായി തുല്യമായി പണം വീതിച്ചു കൊടുത്ത നഗരസഭയാണ്. കൃത്യമായി നിങ്ങളുടെ കൗൺസിലറുടെ പാൽക്കുളങ്ങര ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരാളുടെ സമയവും ഞാൻ അവഹരിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ CPM ആണെന്നേ. നിങ്ങളെ മന്ത്രിയാണ് നിങ്ങൾ രാജീവിനോട് ഒന്ന് പറഞ്ഞ, രാജീവിന്റെ അടുത്ത് പറഞ്ഞ അല്ല, മേയർ കൊള്ളൂലെന്ന് രാജീവിന്റെ അടുത്ത് പറഞ്ഞ, രാജീവിന്റെ അടുത്ത് എവിടെ വന്നാണ് പറഞ്ഞത്? അല്ലെ കെ സുരേന്ദ്രൻ അടുത്ത് പറഞ്ഞ മേയർ കൊള്ളൂലെന്ന് CPM-ന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ വന്ന് രാജീവിനോട് പറഞ്ഞ? ഇത് ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മള് ഞാനിവിടെ ചർച്ച ചെയ്യുന്ന മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് യോഗത്തിന്റെ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് അഭിമാനപരമായി പറയാൻ വേണ്ടി കഴിയും. തിരുവനന്തപുരം നഗരസഭയെ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ അശോക് കുമാർ മുതിർന്ന കൗൺസിലറാണ്. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭ രാജീവേ, നിങ്ങൾ എന്റെ രാജീവിനെ വേണമെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോവാം. രാജീവിനെ ഞാൻ വിളിച്ചോണ്ട് പോവാം. എന്റെ ആറ്റുകാൽ വാർഡിൽ വാ. ഞാൻ ആറ്റുകാൽ വാർഡിൽ കല്ലടി മുഖത്ത് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് മെഷീൻ അടക്കമുള്ള MRF പദ്ധതി നടപ്പിലാക്കി വരാണ്. ഈ പ്ലാസ്റ്റിക് ഈ മാലിന്യ സംസ്കരണം നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. പഴിചാരിയിട്ട് കാര്യമില്ല. അത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ രാജേന്ദ്രന്റെ പ്രതികരണം. രാജേന്ദ്രൻ പറഞ്ഞത് അവിടെ നിന്നും മാലിന്യം നീക്കം ചെയ്തിരുന്നതാണ്. BJP കൗൺസിലർ ഒരു മിനിറ്റ് പറയട്ടെ, രാജീവ് ഒന്ന് പറയട്ടെ. BJP കൗൺസിലർ പറഞ്ഞത് അവിടെ നിന്ന് എന്നും മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട് എന്നാണ്. ജോയുടെ മൃതദേഹം വന്ന അടിഞ്ഞ അവിടെ ആ മാലിന്യകുമാരൻ കണ്ടല്ലോ. അത് എന്നും എടുക്കുന്ന മാലിന്യമാണോ? താങ്കൾക്ക് പറയാമോ രാജീവ്? എനിക്ക് കണ്ടപ്പോൾ അത് എന്നും എടുക്കുന്ന മാലിന്യത്ത് വന്നിട്ടില്ല. അപ്പൊ എന്താ BJP കൗൺസിലർ കളവ് പറഞ്ഞു? നിങ്ങളെല്ലാം BJP കൗൺസിലർ കളവ് പറഞ്ഞോ രാജീവ്? സമയത്ത് പിന്നെ ഞാൻ ഒരു കാര്യം സ്മൃതി, ഈ മാലിന്യ സ്മൃതി വേറൊരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 2023 ആഗസ്റ്റ് മാസം 27-ാം തീയതി മാലിന്യത്തിന്റെ കാര്യം പറയൂ. അല്ല, ഞാൻ പറയട്ടെ, ഇതൊന്ന് പറഞ്ഞോട്ടെ. ആഗസ്റ്റ് മാസം 27-ാം തീയതി കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുപോവാണ് ഒരു വണ്ടിയിൽ പേട്ട വഴി. ആ വണ്ടി പിടിച്ച വണ്ടിയെ തിരിച്ചു വിട്ടുകൊടുത്തു. അറിയാമോ എന്തുകൊണ്ടായിരുന്നു? കൊണ്ടുപോയി കളഞ്ഞ ആളെന്ന് പറയുന്നത് CIT-ന്റെ നേതാവായി ഏറ്റവും മാതൃകാപരമായി അപ്പൊ തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. നടപ്പിലാക്കുന്ന നഗരസഭയാണ്. മാതൃകാപരമായിട്ടാണ് ചെയ്തത്. പോയി നോക്ക്. നിങ്ങൾ മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠനം നടത്താൻ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ സമിതി വരെ വന്നിട്ടുണ്ട്. ഇല്ലേ? നിങ്ങൾ ഇപ്പോൾ ഈ നഗരത്തിലെ മാലിന്യ സംസ്കരണം എന്നുള്ളത് തദ്ദേശ ഭരണത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? നിങ്ങൾ ഈ റെയിൽവേയുടെ ആ ഭാഗം വിടൂ, ബാക്കി പറയൂ. ഇല്ല, മാലിന്യം സംസ്കരിക്കേണ്ടത് നമ്മുടെ അല്ല. മാലിന്യം മാതൃകാപരമായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാലിന്യം മാതൃകാപരമായി സംസ്കരിക്കാനുള്ള വിവിധ വഴികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ വിളപ്പിൽശാല ട്രീറ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് പറഞ്ഞു. വിളപ്പിൽശാല ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ ഒരു ഘട്ടത്തിൽ നിലച്ചുപോയി. ഒരു ഘട്ടത്തിൽ അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഇളക്കി വിട്ടുകൊണ്ട് ആ മുട്ടത്ര വിളപ്പിൽശാല പ്ലാന്റ് അടപ്പിക്കുകയാണ്. വലിയ പ്രതിഷേധം ഉണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട തിരുവനന്തപുരം നഗരം ഏറ്റവും വലിയ നഗരസഭ, 100 വാർഡുകൾ. ആ 100 വാർഡുകൾ വിവിധ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, വിവിധ ഹോട്ടലുകൾ, ഫ്ലാറ്റുകൾ അടക്കമുള്ള വലിയൊരു നഗരസഭ. ഈ ഇവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം ചവർ സംസ്കരിക്കേണ്ട ഒരു നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ചവർ സംസ്കരിച്ചുകൊണ്ടുള്ള വിളപ്പിൽശാല ഫാക്ടറി ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ടതുപോലെ നിന്നപ്പോൾ അന്ന് സംസ്ഥാന ഗവൺമെന്റ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ ഈ നഗരസഭ പതറിയില്ല. മറിച്ച് ആ നഗരസഭ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ എങ്ങനെയാണ് ഉണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്.
ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോയൊക്കെ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് എന്തായി? ഒരു ജനങ്ങളെ മുഴുവനും കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ട് കൊടുത്തിട്ട് അല്ല സ്മൃതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അത് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് പ്രതിഷേധം ഉണ്ടായത്, അതിനു മുമ്പ് ഉണ്ടായില്ലല്ലോ. ആ സമയത്ത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പോയി കാണണം. കേന്ദ്ര സർക്കാർ സ്മാർട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നഗരസഭ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള വിവിധ ഇടപെടലുകൾ ഈ നഗരസഭ നടത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ് എങ്ങനെയാണ് പ്ലാന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് മാലിന്യ ശ്രീകണ്ഠേശ്വരം വാർഡ് ഏകദേശം 25 കൊല്ലമായിട്ട് നിങ്ങളെ കൗൺസിലറാണ്. ഏകദേശം 20 ഈ ശ്രീകണ്ഠേശ്വരം വാർഡിൽ ഏകദേശം 20 വർഷക്കാലമായി. കഴിഞ്ഞ ഇപ്രാവശ്യം രാജേന്ദ്രനാണെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യമായ, അതിന് മുമ്പത്തെ പ്രാവശ്യം രാജേന്ദ്രൻ, അങ്ങനെ 10-15 കൊല്ലത്തിൽ കൂടുതൽ അവിടുത്തെ ചവർമാസങ്ങളെ ഇടപെടുന്നില്ല. അത് മനസ്സിലാക്കുന്നില്ല. Debate with Smriti Parithikad.